നീ എവിടേക്കാ യാത്ര? ഒരു ഇമ്പോർട്ടന്റ് കാര്യമുണ്ട് അച്ഛാ. പോയിട്ട് 2 ദിവസം ഞാൻ മടങ്ങി വരും. സരോജിനെയും ദേവുവിനെയും വിളിച്ചോണ്ട് വരണേ. ഞാൻ അവരെ കൊണ്ടുവരാൻ പോവല്ല, ഡിപ്പാർട്ട്മെന്റ് കാര്യത്തിൽ പോവാ. ഞാനൊന്ന് പറയട്ടെ. എന്താച്ചാ? നീ എന്താ നന്നാവുന്നേ? വയസ്സായാലും തമാശക്കൊരു കുറവില്ല. അച്ഛാ, എന്താ മോളെ? അമ്മയെ കൊണ്ടുവരാൻ പോവാണോ? മനുഷ്യന് ഭ്രാന്ത് പിടിച്ചിരിക്കുമ്പോ അവിടെ അമ്മ. ഹായ്, ചേച്ചി മേഡത്തിനെ കൂട്ടിക്കൊണ്ടുവരാൻ പോവല്ലേ? അതെ, മേഡത്തിന്റെ കൂടെ. ഇനി മേലെ ഈ കാര്യം പറഞ്ഞ മോന്തക്കിട്ട് ഇടിക്കും ഞാൻ. സാർ മേഡത്തിനെ വേഗം കൂട്ടിക്കൊണ്ട് വരണം. അതെ സാർ. സാർ മേഡം ഇല്ലാത്തത് കൊണ്ട് ഈ വീട്ടിന് ഒരു അനക്കവും ഇല്ല. എന്താടാ എന്താടാ അവളെ നിങ്ങൾക്കൊക്കെ എന്താടാ? ഹായ് ഗൗരി. ഹലോ. ഹലോ അങ്കിൾ. അച്ഛാ, ഇവരൊക്കെ എന്റെ ഫ്രണ്ട്സാ. അച്ഛൻ നാട്ടിലേക്ക് പോവാ. ആന്റിയെ കൂട്ടിക്കൊണ്ടുവരാൻ പോവല്ലേ? അല്ലല്ല, നിങ്ങൾ അകത്ത് വാ. വരൂ, വാ. വരൂ വരൂ വരൂ, ചെല്ലു. അകത്ത് പോ. ഓ എന്തിലും കഴിക്ക്. താങ്ക് യു അങ്കിൾ. ഗൗരി നീ വാ. ആ, നീ വന്നേ, വലിയ ഉപകാരം. എന്തിനാ അച്ഛാ? നിന്റെ അമ്മയെ കൂട്ടിക്കൊണ്ടുവരാൻ ഞാൻ നാട്ടിലേക്ക് പോവാന്ന് നീ എല്ലാവരോടും പറഞ്ഞില്ലേ? അതിന്റെ പേരില്. അത് ഞാൻ പോ പോ പോ. ഡാ, സാർ എ സി എല്ലായിട്ട് റെഡി ആയിരിക്കും. ആ AC ഓഫ് ചെയ്തേക്ക്, ഗ്ലാസ് താത്തി വെക്ക്. അതെന്തിനാ സാറേ? അല്ല, റോട്ടിൽ കൂടി പോകുമ്പോ തല പുറത്തേക്ക് ഇട്ടേ. എന്റെ ഭാര്യയെ വിളിക്കാൻ ഞാൻ നാട്ടിൽ പോവാന്ന് എല്ലാവരോടും വിളിച്ചു പറയാലോ, ഭ്രാന്തന്മാരെ പോലെ. കൊള്ളാലോ. അത് ശരി, അങ്ങനെയാണ് വേഗം മെന്റൽ ഹോസ്പിറ്റലിലേക്ക് വണ്ടി വിട്. അവിടെ വന്നിട്ട് ഞാൻ എന്ത് ചെയ്യാനാ? അപ്പൊ മെന്റൽ ഹോസ്പിറ്റൽ എനിക്ക് മാത്രമുള്ള വണ്ടി എടുക്കണം. ആന്റിയെ കൂട്ടിട്ട് വരണേ.